ഹലോ ഗൈസ്, നമുക്കിന്ന് കാടിനുള്ളിലൂടെ ഒരു അമ്പലം കാണാൻ പോയാലോ? ഞങ്ങൾ താമസിക്കുന്ന മാനന്തവാടിക്ക് 30 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രമെന്നും ബ്രഹ്മഗിരി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ആമലക ക്ഷേത്രമെന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട്. മാത്രമല്ല, ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കാണുകയും ചെയ്യാം. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ക്ഷേത്രത്തിന്റെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുന്നു. പുത്തരി ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തവാവ്, ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവിന് സ്വർഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നും വൈകുണ്ഠ പ്രാപ്തി നേടുമെന്നും ഒരു വിശ്വാസമുണ്ട്. അതിനാൽ അനേകരാണ് ഇവിടെ പിതൃബലി, തിലഹവനം, പിതൃപൂജ എന്നിവ നടത്താനായി എത്തിച്ചേരുന്നത്. സമീപത്തുള്ള തൃശ്ശിലേരി ക്ഷേത്രത്തിലെ മഹാദേവന് വിളക്ക് വെച്ച് പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനു ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ രീതി. ഇന്ന് ചുരുക്കം ചിലർ മാത്രമാണ് ഈ ശൈലി പിന്തുടരുന്നത്. പാപനാശിനി ഗ്രാമം, പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ 2 ഗ്രാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. അജ്ഞാതമായ ചില കാരണങ്ങളാൽ, മിക്കവാറും ഒരു പകർച്ചവ്യാധി ആയിരിക്കാം, ഈ ഗ്രാമങ്ങൾ നശിക്കപ്പെട്ടു. ജനങ്ങൾ മാനന്തവാടിക്കടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അഭയം തേടി. മാനന്തവാടിയിലെ ചില കുടുംബങ്ങൾ തങ്ങളുടെ തായ് വഴികൾ ഈ ഗ്രാമത്തിൽ നിന്നാണെന്ന് പറയുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. ബ്രഹ്മാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചതെന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നും ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്നത്. ഇവിടെ ബ്രഹ്മാവാണ് പൂജ ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. എന്താണ് പഞ്ചതീർത്ഥം? പഞ്ചതീർത്ഥം എന്നത് 5 തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ളതാണെന്നാണ് ഐതിഹ്യം. ഏതൊക്കെയാണ് 5 തീർത്ഥം? ശംഖതീർത്ഥം, ചക്രതീർത്ഥം, ഗദാതീർത്ഥം, പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേക തീർത്ഥം. ഇങ്ങനെ 5 ചേർന്നതാണ് പഞ്ചതീർത്ഥം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം. നെല്ലിമരത്തിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യം ഉള്ളതായാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൽ നിന്നും അല്പം അകലെയായുള്ള പാപനാശിനിയിൽ ഒന്ന് മുങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകുമെന്ന് മറ്റൊരു വിശ്വാസമുണ്ട്. ഈ അരുവിക്ക് എല്ലാ പാപങ്ങളും നശിപ്പിക്കുവാനുള്ള ദിവ്യശക്തിയുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. തിരുനെല്ലിയിലേക്ക് കാട്ടിലൂടെയുള്ള യാത്ര അനിവാര്യമാണ്. വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ നടുക്കാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിന് വടക്ക് കിഴക്കായി കർണാടകയിലെ നാഗർഹോളെ, ബന്ദിപ്പൂർ എന്നീ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും തെക്കു കിഴക്കായി തമിഴ്നാട്ടിലെ മുത്തുമലയും സ്ഥിതി ചെയ്യുന്നു. വളരെ ജൈവ വൈവിധ്യമുള്ള ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം നീലഗിരി ബയോ റിസർവിന്റെ ഒരു പ്രധാന ഭാഗമാണ്. നാനാവിധത്തിലുള്ള സസ്യജീവിജാലങ്ങളെ ഇവിടെ കാണാം. വൈകുന്നേരങ്ങളിൽ ഇതിലെ പോകുന്നവർ സൂക്ഷിക്കണം. ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. സാഹസിക മലക്കയറ്റക്കാർക്ക് പ്രിയങ്കരമായ പക്ഷി പാതാളം ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയാണ്. കടൽ നിരപ്പിൽ നിന്നും 1740 മീറ്റർ ഉയരമുള്ള ഇവിടെ എത്തുവാൻ കേരള വനം വകുപ്പിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ്. ഇവിടേക്ക് വരാനായി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ തലശ്ശേരിയാണ്. ഏകദേശം 2 മണിക്കൂർ 47 മിനിറ്റ് യാത്രയുണ്ട്. അതല്ലാതെ മാനന്തവാടിയിൽ നിന്നോ കൽപ്പറ്റയിൽ നിന്നോ തിരുനെല്ലി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാം. 3000 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനായി വന്യജീവി സങ്കേതത്തിലൂടെ തന്നെ വാഹനമോടിച്ച് നമ്മൾ എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരുപാട് സന്ധ്യയാകുന്ന സമയത്ത് കാട്ടിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. തിരുനെല്ലിയിലേക്ക് ആദ്യമായി വന്ന സമയത്ത് കാട്ടിലൂടെയുള്ള യാത്രയിൽ ആയുസിന്റെ ബലം കൊണ്ട് കഷ്ടിച്ചാണ് ആനയുടെ മുന്നിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2ാമത് തിരുനെല്ലിയിൽ വന്നപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നേരത്തെയാണ് ഞങ്ങൾ എത്താൻ ശ്രമിച്ചത്.
തിരുനെല്ലി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.